हरे कृष्ण। प्रभु हरे कृष्ण। वृंदात्मा प्रभु हरे कृष्ण। हरे कृष्ण। തുടങ്ങട്ടെ? Yes, प्रभु. ഹരിപ്പോ. ഓ ഹരി. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങളെയും ശ്രീ ചൈതന്യ ചരിതാമൃത പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരവിന്ദങ്ങൾ പ്രണമിക്കുന്നു. എൻ്റെ ശിക്ഷാഗുരുക്കളുടെയും ദീക്ഷാഗുരുവിൻ്റെയും പാതാരവിന്ദങ്ങൾ പ്രണമിച്ചുകൊണ്ട് നടത്തുന്ന പ്രവൃത്തി പ്രവേശിക്കും. നമ്മളെടുക്കുന്ന ശ്രീ ചൈതന്യ ചരിതാമൃതം ആദ്യ ലീല ചാപ്റ്റർ 7 ശ്ലോകം 118. ശ്രീ ചൈതന്യ മഹാപ്രഭു 5 പാവങ്ങളെ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനജ്ഞാനശാലക്യ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ. ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമീതി നാമിനെ നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഓം തത്സത്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ജയ ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ജയ ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം 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 ഹരേ. നിത്യ ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ നിത്യ ഹരി ബോൽ. ഒരിക്കൽ കൂടി എല്ലാ ഭക്തജനങ്ങളുടെ പാദവും ചൈതന്യ ലീല ആദ്യ ലീല അധ്യായം 7 ശ്ലോകം 118. അപരേയമിതസ്തന്യാം പ്രകൃതി വിധിമേ പരാം ജീവഭൂതം മഹാബാഹോ ഏതം ധര്യതേ ജഗത്.
അപരേയാമിതസ്തന്യാം പ്രകൃതി വിധിമേ പരാം ജീവഭൂതം മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. വേർഡ്സ് ബൈ അപര അധമശക്തി, ഇയം ഈ ഭൗതിക ലോകം, ഇതാ ഇതിനുപരി, ഓ എന്നാൽ, അന്യ മറ്റൊരു, പ്രകൃതി ശക്തി, വിധി അറിയുക, മേ എനിക്ക്, പരാം ഉത്കൃഷ്ടശക്തി, ജീവഭൂതാം ജീവസത്തക്കൾ, മഹാബാഹോ കൈക്കരുത്തുള്ളവനെ, യയ അതിനാൽ, ഇതം ഈ ഭൗതിക ലോകം, ധാര്യത പ്രവർത്തിക്കുന്നു, ജഗത് ഉപരി വിശ്വവിഷ്കാരം വിവർത്തനം. ഈ അധമശക്തിക്ക് പുറമെ അല്ലയോ മഹാബാഹുവായ അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടിയുണ്ട്. ഈ താഴ്ന്ന തരം ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണ്. ഈ ശ്ലോകമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ സെയിം ശ്ലോകം തന്നെ ഭഗവത്ഗീതയുടെ 7-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൽ കൊടുക്കുക ഭഗവാൻ പറഞ്ഞത്. അതായത് ഭഗവാന്റെ സൃഷ്ടിയെ പറ്റിയുള്ള വിവരണമാണിത്. നമുക്കറിയാം എല്ലാം ഭഗവാനിൽ നിന്നാണ്. അഹം സർവസ്യ പ്രഭവോ മത്ത സർവ പ്രവർത്തതി. എല്ലാത്തിൻ്റെ എവരിത്തിങ് ഈസ് എമിനേറ്റിംഗ് ഫ്രം യു. 10-ാമത്തെ അധ്യായത്തില് ഭഗവത്ഗീതയിൽ 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതാണ് അഹം സർവസ്യ പ്രഭോ, എവരിത്തിങ് ഈസ് എമിനേറ്റിംഗ് ഫ്രം യു. ആൻഡ് if any intelligent person know this, then Buddha Bhavasana, they will naturally worship me. So that is a confirmation from the Supreme Lord. So അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അതായത് everything is emanating from, അതായത് എല്ലാത്തിൻ്റെയും പ്രഭവസ്ഥാനം, ഒറിജിനൽ സോഴ്സ് എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇതിൽ പറയുന്നത് എന്താണ്? അപരേയമിതസ്തന്യം പ്രകൃതിയും വിദ്യമേ പര ജീവഭൂതം മഹാബാഹോ ഏതം കാര്യതേ ജഗത്. അതായത് ഈ അധമശക്തിക്ക് പുറമെ അല്ലയോ മഹാബാഹുവായ അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടുതലുണ്ട്. ഈ താഴ്ന്ന തരം ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണ് അത്. അപ്പൊ നമ്മള് ഭാവാർത്ഥത്തിൽ പ്രഭു പറയുന്നത്, അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ 5 ഭൗതിക മൂലകങ്ങളെ ഭഗവാന്റെ സ്ഥൂലശക്തികളായും മനസ്സ്, ബുദ്ധി, വിദ്യ, അഹങ്കാരം എന്നിവയെ സൂക്ഷ്മശക്തികളായും ഭഗവത്ഗീതയിൽ വിവരിക്കുന്നു. പ്രകാരം വിശ്വവിഷ്കാരത്തെ 8 താഴ്ന്ന തരം ശക്തികളെ ആയി വിഭജിക്കുന്നു. ഭഗവത്ഗീതയിൽ വിവരിക്കുന്നത് പോലെ മമമായ ദുരത്തെ. ഇത് പറയുന്നത് ഈ ഭൗതിക പ്രകൃതിയുടെ സൃഷ്ടിക്കും ജീവജാലങ്ങളുടെ സൃഷ്ടിക്കും വേണ്ടി ഭഗവാൻ ഈ 5, 3, 8 മൂലകങ്ങളാണ്, 8 എലിമെന്റ്സ്. അതിനെയാണ് ഭഗവാൻ കമ്പൈൽ ചെയ്താണ്, അല്ലെങ്കിൽ കോമ്പിനേറ്റ് ചെയ്താണ് ഇത് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. അതിൽ നമുക്കറിയാം 5 പഞ്ചഭൂതങ്ങൾ. അതാണ് ഭൂമി, അനലു, വായു, അമ്മന, ബുദ്ധി, ഏവച. അതായത് ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇത് കൂടെ മിക്സ് ചെയ്തു അതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അതിലെന്താ 97% ജലമാണെന്ന് പറയുന്നതൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താണ്? ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഭൂമി, നമ്മൾ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് നമ്മൾ ഡോക്ടർമാർ പറയാറുണ്ട് ബെയർ ഫൂട്ടിൽ നടക്കണമെന്നൊക്കെ പറയും. കാരണം ഇതെല്ലാം ഈ 5 എലിമെന്റ്സും നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ അതുമായിട്ട് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് മിക്സ് ചെയ്തെങ്കിൽ നമ്മുടെ ബോഡിയും ബാലൻസ് ആകത്തുള്ളൂ. അപ്പൊ അതുപോലെ ഇത് അതിന്റെ യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂലകങ്ങളാണ് ഈ 5 മൂലകങ്ങൾ. അതാണ് നമ്മൾ പഞ്ചഭൂതം എന്ന് പറയുന്നത്. അപ്പൊ ഈ പഞ്ചഭൂതം അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ശരീരം നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അതിനുള്ളിൽ കാണാൻ പറ്റാത്ത ഒരു 3 മൂലകങ്ങളും കൂടിയുണ്ട്. കാണാൻ പറ്റാത്തതാണ് മനസ്സ്, ബുദ്ധി, വിദ്യ, അഹങ്കാരം. ഇത് നമുക്ക് കാണാൻ പറ്റുന്നതല്ല. മനസ്സാർക്കും കാണാൻ പറ്റുന്നതല്ല, ബുദ്ധി നമുക്ക് കാണാൻ പറ്റുന്നതല്ല, അതുപോലെ തന്നെ ഈ അഹംഭാവം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതല്ല. ഇത് ഈ 8 എലിമെന്റ്സ്
കോമ്പിനേറ്റ് ചെയ്തിട്ടാണ് ഭഗവാൻ സൃഷ്ടി നടത്തിയത്. സാധാരണ നമ്മൾ ഈ കാണുന്ന ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് ഭഗവാന്റെ ഏറ്റവും എന്താണ് എക്സ്റ്റേണൽ എനർജിയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, ബാഹ്യ ബഹിരംഗ ശക്തിയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പൊ അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 2 ശരീരം ഉണ്ടെന്ന് പറയും. മനുഷ്യർക്ക് പോലും 2 ശരീരമുണ്ട്. നമ്മൾ കാണുന്ന ഫിസിക്കൽ ശരീരം, അതിനുള്ളിൽ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, മിഥ്യാഹങ്കാരം. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റുന്നതല്ല. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഗോചരമായിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഒരു ബോഡിയുണ്ട്, അതിനുള്ളിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ബോഡിയും കൂടിയുണ്ട്. അതാണ് നമുക്ക് 2 ശരീരം ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഭഗവാന്റെ ഈ ശക്തി എന്ന് പറഞ്ഞത് എന്താണ്? അപരേയം ഇത് തന്നെ ഏതും കാര്യത് ജഗത്. ഇതില് ആദ്യം ഭൗതിക പ്രകൃതിയെ സൃഷ്ടിച്ച ശേഷമാണ് ഭഗവാൻ മനുഷ്യ സൃഷ്ടി നടത്തുന്നത്. ആദ്യത്തെ സൃഷ്ടി ഭൂമി അനലോ വായു കമ്മന ബുദ്ധിയെ വെച്ച അഹങ്കാരം ഇത് തന്നെ ഭിന്ന പ്രകൃതി അധിഷ്ഠിതം. അതിൻ്റെ സെപ്പറേറ്റഡ് എനർജിയാണ് ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത്. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഏത്? അപരേയം ഇതസ്തന്യ. ഭൗതിക പ്രകൃതിയേക്കാൾ ശ്രേഷ്ഠമാണ് എൻ്റെ ഏത്? ശ്രേഷ്ഠ ശക്തി. ശ്രേഷ്ഠ ശക്തി എന്ന് പറയുന്നതാണ് മനുഷ്യര്. ജീവഭൂതം മഹാബാഹോ. അർജുന, നീ ഓർക്കുക, ജീവജാലങ്ങൾ, മനുഷ്യര്, അതെന്റെ ശ്രേഷ്ഠ ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാന് വിവിധ ശക്തികളുണ്ട്. ഭഗവാന് വിവിധ ശക്തികളുണ്ട്. അത് പ്രധാനമായിട്ടും ആചാര്യന്മാരും ശാസ്ത്രങ്ങളിൽ പറയുന്നത് വിഷ്ണു ശക്തി, പരാശക്തി. ഭഗവാൻ വിഷ്ണുവിന്റെ ശക്തിയാണ് ഏറ്റവും പരമായിട്ടുള്ള ശക്തി. സാഞ്ചന്യാക്കി തടസ്സശക്തി. രണ്ടാമത്തെ ശക്തിയാണ് ഏത്? സാഞ്ചന്യ ശക്തി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്നത്തെ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്ന ശ്രേഷ്ഠ ശക്തിയായിട്ടുള്ള ജീവജാലം. ഇത് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭഗവാൻ പറയുന്നത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ചെങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. മാത്രമല്ല ഇത് ഭഗവത്ഗീത വായിച്ചവർക്കും ഇത് പല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇത് സൃഷ്ടിയെ പറ്റിയാണ്. നമുക്കറിയാം, സൃഷ്ടി നടത്താൻ പോലും ഭഗവാൻ വേറെ രൂപം കൈക്കൊണ്ടിട്ടുണ്ട്. ഇല്ലേ? ഭഗവാൻ വിഷ്ണു രൂപം കൈക്കൊണ്ടത് ഭൗതിക സൃഷ്ടിക്ക് വേണ്ടിയാണ്. ഇല്ലേ? നമുക്കറിയാം, അവിടെയും ഭഗവാൻ 3 ആവിർഭാവങ്ങൾ അല്ലെങ്കിൽ ആവിഷ്കാരത്തിൽ കൂടിയാണ് ഇത് സാധിക്കുന്നത്. നമുക്കറിയാം, കാരണോദായക വിഷ്ണു, നമ്മൾ മഹാവിഷ്ണു എന്ന് പറയുന്നത് കാരണോദായക വിഷ്ണു. അദ്ദേഹം അത് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം രൂപം കൈക്കൊണ്ട്, കാരണോദായക വിഷ്ണു. അപ്പൊ അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഗർഭോദായക വിഷ്ണു വേറെ രൂപം പ്രാപിച്ച്, അതായത് ഏത്? ഗർഭോദായക വിഷ്ണു. അപ്പം പ്രപഞ്ചം സൃഷ്ടിച്ചു, അതിനുള്ളിൽ അദ്ദേഹം ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഗർഭോദായക വിഷ്ണു. സാധാരണ സൃഷ്ടി നടത്തുന്ന ഗർഭത്തിൽ കൂടിയത്, യോനിയിൽ കൂടിയത്. അതുകൊണ്ടാണ് ഗർഭോദായക വിഷ്ണു. അതാണ് സെക്കൻഡ് ഭഗവാന്റെ എന്താണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതാണ്. അപ്പൊ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് മഹാവിഷ്ണു, അദ്ദേഹത്തിനെയാണ് നമ്മൾ കാരണോദായക വിഷ്ണു എന്ന് പറയുന്നത്. അതിനുശേഷം അത് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയാണ്, വിശ്വപ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയാണ് ഭഗവാൻ ആ രൂപം കൈക്കൊണ്ടത്. അതിനുശേഷം അദ്ദേഹം എന്താണ്? ഗർഭോദായക വിഷ്ണു. ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഗർഭോദായക വിഷ്ണു രൂപത്തിൽ ഈ സെക്കൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ഗർഭോദായക വിഷ്ണുവാണ്. അതിൽ ആദ്യത്തെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് ബ്രഹ്മദേവൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് താമരത്തണ്ടിലാണ് ബ്രഹ്മദേവൻ ജനിക്കുന്നത്. സ്വയംഭൂ. അങ്ങനെ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടി, അതാണ് ബ്രഹ്മദേവൻ. അതാണ് സർഗം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സർഗം എന്ന് പറയുന്നത്.
ഫസ്റ്റ് ക്രിയേഷൻ. ഭഗവാൻ ഫസ്റ്റ് ക്രിയേഷൻ ചെയ്തത് ഏതാണ്? ബ്രഹ്മദേവനെയാണ്. അത് ബ്രഹ്മദേവനിൽ കൂടിയാണ് ഭഗവാന്റെ ഉപദേശപ്രകാരമാണ് സെക്കൻഡ് ക്രിയേഷൻ അല്ലെങ്കിൽ വിസർഗം മറ്റുള്ള എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നത് ബ്രഹ്മദേവൻ. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ക്രിയേഷൻ ബ്രഹ്മദേവൻ, സെക്കൻഡ് എന്ന് പറയുന്നത് അതിന്റെ സർഗം എന്ന് പറയുന്നു, സെക്കൻഡ് ക്രിയേഷൻ അതിന്റെ വിസർഗം എന്ന് പറയുന്നത് ബ്രഹ്മദേവനിൽ കൂടിയാണ്. ബാക്കിയെല്ലാം നമുക്കറിയാം. ബ്രഹ്മദേവൻ കുമാരന്മാരെ സൃഷ്ടിച്ചു, മഹാദേവനെ സൃഷ്ടിച്ചു, അങ്ങനെ തന്റെ പുത്രനായിട്ടുള്ള ദേവർഷി നാരദമുനിയെ സൃഷ്ടിച്ചു. അങ്ങനെയൊക്കെ ആ സൃഷ്ടികളൊക്കെ സ്വയംഭൂ മനുവിനെ സൃഷ്ടിച്ചു. അങ്ങനെ മനുഷ്യരുടെ ആ പരമ്പര എങ്ങനെയാണ് വരുന്നത്? ആ മനുവിന്റെ ആ സൃഷ്ടിയിൽ കൂടി മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ടാണ് സ്വയംഭൂ മനു. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ ഇത് നമുക്ക് മനസ്സിലാകും. അപ്പൊ ആദ്യത്തെ ക്രിയേഷൻ, പ്രപഞ്ച ക്രിയേഷൻ, അതാണ് ഭൂമി അനലോ വായു കമ്മന ബുദ്ധിയെ വെച്ച്. അതായത് 5ാമത്തെ ശ്ലോകത്തിൽ ഭഗവത്ഗീതയിൽ 7.5, അതായത് അതിൽ പറയുന്നതാണ് എന്താണ്? പഞ്ചഭൂതങ്ങൾ കൊണ്ടുമാണ് ഞാൻ പ്രപഞ്ചങ്ങൾ സൃഷ്ടിച്ചത്. അതിനുശേഷം അർജുനനോട് ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നു, അർജുന എന്താണ് ഈ അധമശക്തിക്ക് പുറമെ മഹാബാഹുവായ അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടിയുണ്ട്. ഈ താഴ്ന്ന തരം ഭൗതിക പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണ്. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. അപ്പം ഭൗതിക പ്രകൃതിയാണ് ഭഗവാന്റെ ഏറ്റവും അധമമായിട്ടുള്ള ശക്തി. അതിൻ്റെ ഉപരിയായിട്ടാണ് ജീവജാലങ്ങളായിട്ടുള്ള ജീവഗണങ്ങൾ, മനുഷ്യഗണങ്ങൾ. അതാണ് ഭൗതിക പ്രകൃതികൾ ശ്രേഷ്ഠമായിട്ട് ശക്തി. അതാണ് ഏറ്റവും ഉത്കൃഷ്ട ശക്തിയാണ് വിഷ്ണു ശക്തി. വിഷ്ണു ശക്തി, പരാശക്തി. അപ്പൊ നമ്മൾ ഭഗവാന്റെ സൃഷ്ടിയെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. അത് വിഷ്ണു ശക്തി ഏറ്റവും വിഷ്ണു ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ വിഷ്ണുവും അദ്ദേഹത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാരഫേർണിയായി ഡിവോഷണൽ സർവീസ്, അതുപോലെ തന്നെ ഡിവോഷണൽ ആക്ടിവിറ്റീസ്, ഇൻഗ്രീഡിയൻസ്, ഇതെല്ലാം പരാശക്തിയാണ്. ഇതെല്ലാം പരാശക്തി. ഭഗവാന്റെ 3 ശക്തികൾ അത് മ്യൂട്ട് ചെയ്ത് പല ആളുകളും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡിസ്റ്റർബൻസ് ആണ്. പ്ലീസ് അൺമ്യൂട്ട്. അത് ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് വരുന്നത് പലരും അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. മ്യൂട്ട് ചെയ്തിട്ടുണ്ട് പ്രഭു, ക്ഷമിച്ചാൽ. ഓക്കെ. അപ്പം ഭഗവാന്റെ 3 ശക്തികളെ പറ്റി മനസ്സിലായി കാണും. വിഷ്ണു ശക്തി, പരാശക്തി, സാഞ്ചന്യ ശക്തി, ഉത്കൃഷ്ട ശക്തി. അത് കഴിഞ്ഞ് വരുന്നതാണ് ഏത്? മായാശക്തി അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എന്ന് പറയും. അത് എന്താണ്? അധമശക്തിയാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ സൃഷ്ടി ഉത്കൃഷ്ട ശക്തി, ശ്രേഷ്ഠ ശക്തി, അധമശക്തി. അത് എങ്ങനെയാണ്? ഭഗവാൻ, അതായത് ഭഗവാനും ഭഗവാന്റെ ഡിവോഷണൽ സർവീസും റിലേറ്റഡ് ഇൻഗ്രീഡിയൻസ് ആൻഡ് ആക്ടിവിറ്റീസ്, അതെല്ലാം ഉത്കൃഷ്ട ശക്തിയാണ്. അതുപോലെ സെക്കൻഡായിട്ട് വരുന്നത് മനുഷ്യർ. അത് ഭഗവാന്റെ സൃഷ്ടിയാണ്. കാരണം എന്താണ്? ഭഗവാന്റെ ശക്തിയുടെ ഒരു അംശം മനുഷ്യരിലുമുണ്ട്, ജീവജാലങ്ങളിലുമുണ്ട്. ഭഗവാന്റെ അത് 15ാമത്തെ അധ്യായത്തിൽ 7ാമത്തെ ശ്ലോകത്തിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞു, മാമേ അംശ ജീവലോകി ജീവഭൂത സനാതന മനഃശസ്ത്യാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കരിഷ്യതി. അതെങ്ങനെയാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് ഈ ജീവഗണങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ശക്തിയുടെ ഒരു അംശമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിന് എൻ്റെ ശ്രേഷ്ഠ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, അതായത് പാലെന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉൽപ്പന്നമാണ്. പക്ഷെ അത് പുളിയുമായിട്ട് സമ്പർക്കം ചെയ്യുമ്പോൾ, ജസ്റ്റ് ടച്ച് വിത്ത് ടാമറിൻ, എന്ത് സംഭവിക്കുന്നത്? അത് തൈരായിട്ട് മാറും. ഇമ്മീഡിയറ്റ്ലി
പാലിനേക്കാൾ ശക്തി കുറഞ്ഞ ഒരു ഉൽപ്പന്നമായിട്ട് മാറും. വീണ്ടും അതിന് നമ്മൾ മിക്സ് വിത്ത് വാട്ടർ, അതെന്താണ് നമ്മൾ പറയത്തില്ലേ, അത് എന്താണ് മോരെന്നൊക്കെ പറയത്തില്ലേ, അത് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളമായിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അതിനേക്കാൾ ശക്തി കുറഞ്ഞ ഒരു ഉൽപ്പന്നമായിട്ട് മാറും. ഈ രീതിയിലാണ് ഭഗവാന്റെ സൃഷ്ടി എന്ന് പറയുന്നത്. ആദ്യത്തെ പാലെന്ന് പറയുന്നത് വിഷ്ണു ശക്തി, പൂർണ്ണ ശക്തിയാണത്. അതാണ് വിഷ്ണു ശക്തി, പരാശക്തി. വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കും. വിഷ്ണു ശക്തി, പരാശക്തി. അപ്പം ഭഗവാനും ഭഗവാന്റെ ഡിവോഷണൽ സർവീസ്, ആൾ അതർ റിലേറ്റഡ് ഇൻഗ്രീഡിയൻസ് ആൻഡ് ആക്ടിവിറ്റീസ്, അതാ എല്ലാം പരാശക്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ പോലെ ശക്തിയാണ് ഭഗവാന്റെ നാമത്തിന്. അതുപോലെ ഡിവോഷണൽ സർവീസ്, ഭക്തന്മാര്, ഇതെല്ലാം. അതുപോലെ തന്നെ ഭഗവാന്റെ പൂജ, ആ പൂജ ദ്രവ്യങ്ങൾ, അതെല്ലാം പരാശക്തിയിൽ വരുന്നു. അതിനേക്കാൾ താഴ്ന്ന ശക്തിയാണ് മനുഷ്യഗണങ്ങൾ അല്ലെങ്കിൽ ജീവഗണങ്ങൾ എന്ന് പറയും. ജീവഭൂതം മഹാബാഹു, ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നതാണ്. ജീവജാലങ്ങൾക്കും എൻ്റെ ശ്രേഷ്ഠ ശക്തിയാണ്. പക്ഷേ ഏറ്റവും അധമ ശക്തിയാണ് ഏതാണ്? ഭിന്ന പ്രകൃതിയാണ് ഏത്? പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത്. ഈ 3 രീതിയിലാണ് ഭഗവാൻ സൃഷ്ടി നടത്തിയിരിക്കുന്നത്. അതിൽ ഭൗതിക പ്രകൃതി ഏറ്റവും അധമ ശക്തിയാണ്. എന്തുകൊണ്ടാണ്? മനുഷ്യൻ എത്ര ഒരു കൂടി വന്ന 7 ഇഞ്ച് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. മനുഷ്യന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടി വന്ന 7 ഇഞ്ച്. അത് വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർ. പക്ഷേ ആ മനുഷ്യൻ എന്താണ്, നമ്മളെ നാസയെ പോലുള്ള അല്ലെങ്കിൽ ഈ നമ്മുടെ ബഹിരാകാശ കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഗ്രഹങ്ങളെ നമ്മൾ ഇപ്പം എന്താണ് നവഗ്രഹങ്ങളെയൊക്കെ അവര് കൺട്രോൾ ചെയ്ത് പല പരീക്ഷണങ്ങൾ നടത്തി അതിനെയൊക്കെ എന്താണ് അതിനെ അധീനതയിലാക്കിക്കൊണ്ടിരിക്കുക. സത്യമല്ലേ? നമ്മൾ നോക്കുമ്പോൾ വിശ്വാകാരമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. എത്രയോ വിശാലമാണ്. നമുക്ക് എവിടെ നോക്കി കാണാൻ പോലും സാധിക്കുന്നതല്ല, അത്രയ്ക്ക് വിശാലമാണ് പ്രകൃതി. പക്ഷേ ആ പ്രകൃതിയെ പോലും സ്വാധീനിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? മനുഷ്യർക്കുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? പ്രകൃതിയേക്കാൾ ശ്രേഷ്ഠ ശക്തിയായതുകൊണ്ട്. ഭൗതിക പ്രകൃതിയേക്കാൾ ശ്രേഷ്ഠത ജീവഗണങ്ങൾക്കുള്ളത് കൊണ്ടാണ് അത് നടക്കുന്നത്. ഇത് സത്യമല്ല. നമ്മൾ ഈ റോക്കറ്റ് അവിടെ വിടുന്നു, സാറ്റലൈറ്റ് ഒക്കെ വിടുന്നു. ഇപ്പൊ നമ്മൾ കിട്ടുന്ന നെറ്റ്വർക്ക് എല്ലാം ആരുടെ കഴിവാണ്? മനുഷ്യരാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. ഭൗതിക പ്രപഞ്ചി അത് നിസ്സാരം നോക്കി നിൽക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അത് ഏറ്റവും അധമ ശക്തിയാണ്. പക്ഷേ ആ അധമ ശക്തിയെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഭഗവാന്റെ ശ്രേഷ്ഠ ശക്തിയായ ജീവഗണങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഭൗതിക പ്രകൃതിയെ അധീനത്തിൽ ആക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. കാരണം നമ്മളെക്കാൾ ശക്തി കുറഞ്ഞതാണ് ഏത്? പ്രപഞ്ച ശക്തി എന്ന് പറയും. പക്ഷെ അത് ദുരത്തെയാണ്. പക്ഷെ അത് ഡേഞ്ചറസുമാണ്. ചില സമയങ്ങളിൽ നമ്മൾ കാണുന്നില്ലേ, അത് ശക്തിയായിട്ട് കാറ്റടിച്ചാൽ എത്രയോ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയോ ഭീകരമാണ്. അത് പിന്നെ ഭൂമിയിൽ തന്നെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? അതാണ് ദുരത്തെയ, മമമായ ദുരത്തെയ. പക്ഷെ ഇതെന്റെ അധമശക്തിയാണ്. പക്ഷെ അതെന്താണ്? വെരി ഡേഞ്ചറസുമാണ്. പറഞ്ഞിട്ടുള്ള ഈ ഭൗതിക വിപത്തുകൾ, ശക്തിയായ മഴയുണ്ടായാൽ ഇതൊക്കെ പല പ്രാവശ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞ എന്താണ്? മമമായ ദുരത്തെയ. എൻ്റെ ഈ അധമശക്തി അത് അധമശക്തിയാണെങ്കിലും പക്ഷെ അതും വളരെ ശക്തിയുള്ള ശക്തി തന്നെയാണ്. കാരണം ഇതെല്ലാം എവിടെ നിന്നാണ് വന്നത്? ശക്തിമാനിൽ നിന്നാണ് വന്നത്. എൻ്റെയൊക്കെ ശക്തി ശക്തിമാനായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനാണ്. അപ്പൊ അദ്ദേഹമാണ് ഏറ്റവും പരമശക്തിമാൻ. അതിനേക്കാൾ ശക്തി കുറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ അംശങ്ങളായ ജീവഗണങ്ങൾ. അതിനേക്കാൾ ശക്തി കുറഞ്ഞതാണ് പ്രപഞ്ച ശക്തി എന്ന് പറയും. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിൻ്റെ കാര്യത്തെപ്പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും
ഭൗതിക ലോകത്തിൽ വരുന്ന നമ്മൾ ആക്ച്വലി ഭൗതിക ലോകം എന്ന് പറയുന്നത് ആധ്യാത്മിക ലോകത്തിന്റെ ഒരു റിഫ്ലക്ഷൻ എന്നാണ് പ്രവാദിനകത്ത് പറയുന്നത്. അതിന്റെ നമ്മുടെ യഥാർത്ഥ ലോകത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ 15-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. ഊർധ്വമൂലം അധശാഖം, അശ്വത്ഥം ഒരു അരയാൽ മരത്തോടാണ് നിങ്ങൾ ഉപമിച്ചിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ വേരുകൾ മേൽപോട്ടും ഇലകൾ താഴോട്ടുമാണ്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ലോകത്തിന്റെ ഒരു തലതിരിഞ്ഞ റിഫ്ലക്ഷനാണ് ആക്ച്വലി ഭൗതിക ലോകം. വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായിരുന്നു. ആധ്യാത്മിക ലോകം, അപ്പൊ 2 ലോകങ്ങളുണ്ട്. ആധ്യാത്മിക ലോകം, ഭൗതിക ലോകം. അത് ഭഗവാന്റെ ക്രിയേഷന്റെ 3/4 എന്ന് പറയുന്നത് ആധ്യാത്മിക ലോകങ്ങളാണ്. അതിനെ ത്രിപാദ വിഭൂതി എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതിന് നമ്മൾ ത്രിപാദ വിഭൂതി, ഭഗവാന്റെ സൃഷ്ടിയുടെ 4/3 ഭാഗവും ആധ്യാത്മിക ലോകങ്ങളാണ്. ഒരു ഭാഗം മാത്രമേ, 4/1 ഭാഗം മാത്രമേ ഉള്ളൂ ഭൗതിക ലോകം എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ഭൗതിക ലോകം എന്ന് പറയുന്നത് 4/1 ഭാഗങ്ങൾ. അതിന് ഏകപാദ വിഭൂതി എന്നാണ് പറയുന്നത്. അപ്പൊ ത്രിപാദ വിഭൂതി, ഏകപാദ വിഭൂതി. ത്രിപാദ വിഭൂതി എന്ന് പറഞ്ഞ വൈകുണ്ഠ ലോകങ്ങളാണ്. ആത്മീയ ലോകങ്ങളെല്ലാം ത്രിപാദ വിഭൂതിയിൽ വരുന്നതാണ്. ഏകപാദ വിഭൂതിയിൽ വരുന്നതാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ത്രിപാദ വിഭൂതി അത് ആധ്യാത്മിക ലോകം, വൈകുണ്ഠ ലോകങ്ങൾ ആധ്യാത്മിക ലോകങ്ങൾ. അതിൻ്റെ ഒരു ഭാഗമാണ്, സൃഷ്ടിയുടെ 4/1 ഭാഗമാണ് ഭൗതിക ലോകം, നമ്മൾ ഇപ്പം താമസിക്കുന്നത് ഭൂലോകം. ഇത് ഭൂലോകമാണ്. അതിനുശേഷം ഭൂവർലോകം, മഹർലോകം, സ്വർഗലോകം, ജനലോകം, തപലോകം, ബ്രഹ്മലോകം. അങ്ങനെയാണ് മുകളോട്ട് പോകുന്നത്. അതുപോലെ താഴോട്ട് വരുമ്പോൾ അതല, വിതല, സുതല, രസതല, തലാതല, പാതാള, അങ്ങനെ വഴി. അതാണ് ഈ പേജ് 14 ലോകങ്ങൾ പറയുന്നത്. അതിന്റെ മധ്യത്തിൽ നിൽക്കുന്നതാണ് ഭൂലോകം. ഈ ഭൂലോകത്തിൽ നിന്ന് നമുക്ക് മുകളിലായിട്ടാണ് ഉപരിലോകം. ഇതൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇതെല്ലാം വളരെ ലോജിക്കാണ്. ആ രീതിയിൽ നമ്മളിത് ആസിറ്റീസ് അതിന്റെ അതാണ് പ്രഭുവാദ് ഇതെല്ലാം അതേ യഥാരൂപത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കിയാൽ നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാകത്തില്ല. അപ്പോൾ ഭൂലോകം മധ്യത്താണ്. ഇവിടുന്ന് 7 ലോകം മേളിലുണ്ട്. അതിനും ശേഷമാണ് ആധ്യാത്മിക ലോകങ്ങൾ. അപ്പം ഭൂലോകം, അതിനുശേഷം ഉപരിലോകങ്ങൾക്ക് ശേഷമാണ് ആധ്യാത്മിക ലോകം. താഴോട്ടാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അധമലോകങ്ങളാണ്. അപ്പൊ ഇവിടെ ഭൂലോകത്തിന് നമ്മള് ജീവഗണങ്ങളെല്ലാം ഇവിടാണ് ജന്മം എടുക്കുന്നത്. എന്തിനാണ് ഭഗവാൻ ഈ ഭൂലോകം സൃഷ്ടിച്ചത്? അതും ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഈശ്വര വിസ്മൃതിയിലാണ്ട ബദ്ധാത്മാക്കൾക്ക് ഒരു ചാൻസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഭൗതിക ലോകം സൃഷ്ടിച്ചത്. Again ഇത് ഡിസ്റ്റർബ് ആകുന്നു. സോറി പ്രഭുജി, മാറ്റി പ്രഭുജി, ദയവായി ക്ഷമിച്ചാലും. ഓക്കെ. അപ്പൊ ഇത് അതെ, കോൺസെൻട്രേഷൻ അതാണ്. അപ്പൊ ഇതില് താഴേക്ക് നമ്മള് മുകളിൽ ഉപരിലോകം, താഴെ അധമലോകം. നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമുക്ക് മുകളോട്ടും പോകാം, താഴോട്ടും പോകാം. അപ്പൊ നമ്മുടെ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്, മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്ന ഒരു ടേണിംഗ് പോയിന്റാണ്. ഇവിടെ നിന്ന് നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്കും പോവാം, അതുപോലെ തന്നെ താഴെ അധമ ലോകത്തിലേക്കും പോവാം. അതാണ് ഊർധം ഗച്ഛന്തി സത്വസ്ഥ, മധ്യേ തിഷ്ഠന്തി രാജസ, തമസാ തിഷ്ഠ അതോ ഗച്ഛന്തി താമസാഹ. ഭഗവത്ഗീതയിൽ ഭഗവാൻ അതും പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ലിങ്ക് ചെയ്ത് ഇത് കേട്ടെങ്കിലേ
മനസ്സിലാക്കിയെങ്കിലേ പഠിച്ചെങ്കിലേ എന്താണ് ഇതെല്ലാം മനസ്സിലാകും. അപ്പോൾ ഊർധം ഗച്ഛന്തി സത്വസ്ഥ, നമ്മൾ സാത്വികരായിട്ട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, പുണ്യകർമ്മങ്ങളൊക്കെ ജീവിക്കുകയാണെങ്കിൽ, സാത്വികരായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഊർധം ഗച്ഛന്തി സത്വസ്ഥ, നിങ്ങൾക്ക് ദേവലോകത്തിലേക്ക് പോവാം. ജനലോകം, തപലോകം, അങ്ങനെയുള്ള ലോകങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ ആക്ടിവിറ്റീസിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഭൂലോകം എന്ന് പറയുന്നത് നമ്മളെ ഒരു ടേണിംഗ് പോയിന്റാണ്. ഇവിടുന്നാണ് നമുക്ക് വീണ്ടും ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ പറ്റുന്നതും, അതുപോലെ തന്നെ നരകത്തിലേക്ക്, നമ്മൾ പറയുന്നത് നരകത്തിലേക്കും പോകാൻ പറ്റുന്ന ഇവിടുന്ന് തന്നെയാണ്. ഇതെല്ലാം ഡിപ്പെൻഡ് ഓൺ എന്താണ്? കർമ്മണ ദൈവനേത്രേന, നമ്മുടെ ചെയ്യുന്ന കർമ്മത്തിൻ്റെയും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത്. ഭഗവാൻ ഇത് സൃഷ്ടിച്ചിട്ട് എന്താണ് പറഞ്ഞത്? ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിട്ട് എന്താണ് പറഞ്ഞത്? ആ ബ്രഹ്മ ഭുവനലോക പുനരാവർത്തനോ അർജുന. ഇതിന്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ബ്രഹ്മലോകം വരെ പുനരാവർത്തനോ അർജുന. അതാണിത് ടെമ്പററി ആണെന്ന് പറയുന്നത്. അവിടെയും ബ്രഹ്മദേവന്റെ 100 ദിവസം കഴിയുമ്പോൾ, ആയുസ് കഴിയുമ്പോൾ ഇത് വീണ്ടും റീസൈക്കിൾ ചെയ്യും. അതാണ് ഭൗതിക ലോകം. അപ്പം ബ്രഹ്മലോകം വരെ ശാശ്വതമല്ല, ഇറ്റ്സ് ആൾ ടെമ്പററി. അപ്പൊ അതുകൊണ്ട് മനസ്സിലാകണം. പക്ഷെ ഇതെല്ലാം നമുക്ക് ഈ മനുഷ്യജന്മത്തിലാണ് ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് ഡിസൈഡ് ചെയ്യേണ്ടത്. ഭൗതിക ലോകത്തിൽ വന്നിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എവിടേക്കാണ് നമ്മൾ പോകേണ്ടതെന്നൊക്കെ ഡിസയർ വെച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യജന്മം എന്ന് പറഞ്ഞൊരു ടേണിംഗ് പോയിന്റാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു അവിടെ കൂടിയിരിക്കുന്ന ഈ പണ്ഡിതർക്ക് അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഈ മായ സിദ്ധാന്തം ഒന്നും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മായയായിപ്പോകും. മായ എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? ദാറ്റ് ഈസ് നോട്ട് ദെയർ. ഇല്ലാത്ത ഒന്നിനെയാണ് മായ എന്ന് പറയുന്നത്. ഇല്ലാത്ത ഒന്നിനെയാണ് പ്രഭാത് പറഞ്ഞത്. ദാറ്റ് ഈസ് നോട്ട് ദെയർ. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ ചിന്തിച്ച് അതിനുവേണ്ടി അത് അവിടെ എത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടോട്ടലി വേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു അവിടെ കൂടിയിരുന്ന പണ്ഡിതന്മാർക്ക് വിവരിച്ചു കൊടുക്കുന്നതാണ് ഈ കാര്യങ്ങളെന്ന് പറയും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ ഭഗവാൻ നമുക്ക് തരുന്ന ഒരു ചാൻസാണ്. ഇവിടെ ആരൊക്കെ ജന്മം എടുക്കുന്നു, എസ്പെഷ്യലി ഹ്യൂമൻ ബീയിങ്, നമുക്ക്. കാരണം നമുക്കറിയാം സൃഷ്ടിയിൽ ഏറ്റവും സമുന്നതമായിട്ട് സൃഷ്ടി മനുഷ്യ സൃഷ്ടി എന്താണ്? അതിൻ്റെ ശ്രീമദ് ഭാഗവതത്തിൽ എന്താന്ന് പറയുന്നത്? അതായത് മനുഷ്യനെ എന്ന് പറഞ്ഞത് വളരെ അപൂർവമാണ്, സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും അപൂർവമായിട്ടുള്ള ദുർലഭം മനുഷ്യജന്മം. മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമാണ്. നമ്മളെ ശ്രീമദ് ഭാഗവതത്തിൽ അതിൻ്റെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ റൂമിൽ തന്നെ എത്രയോ ബാക്ടീരിയാസ് ഉണ്ട്. പക്ഷെ ആ റൂമിൽ എത്ര മനുഷ്യർക്ക് ഇരിക്കാൻ പറ്റും? രണ്ടും സൃഷ്ടിയാണ്. നമ്മൾ ശ്വസിക്കുമ്പോൾ എത്രയോ ബാക്ടീരിയാസ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. പക്ഷെ മനുഷ്യരുടെ കാര്യം, മനുഷ്യര് എത്രയോ ബുദ്ധിമാന്മാരാണ്. അപ്പൊ അതുകൊണ്ടാണ് ദുർലഭം മനുഷ്യൻ ജന്മം ദേഹിനെ ദേഹ ക്ഷണഭങ്കുരം. അങ്ങനെയുള്ള മനുഷ്യര് ഭഗവാന്റെ ശ്രേഷ്ഠ ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിലും ക്ഷണഭങ്കുരമാണ്. ഏത് നിമിഷവും നമുക്ക് അത്യാഹിതം സംഭവിക്കും, മരണം സംഭവിക്കാം. ചിലപ്പം ജനിക്കുന്നതിന് മുമ്പേ മരണം സംഭവിക്കാം, ജനിച്ചു കഴിഞ്ഞ് മരണം സംഭവിക്കുക, ഏത് നിമിഷവും സംഭവിക്കും. അപ്പൊ അതാണ് മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഭൗതിക ലോകം സൃഷ്ടിച്ച എന്തിനാണ്?
നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കൾക്ക് ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോകുന്നതിന് ഒരു അവസരം തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് സൃഷ്ടിച്ചത്. എല്ലാവരും ഓർത്തിരിക്കുക, ഇത് നമ്മളെ പറ്റിയാണ് പറയുന്നത്. എന്തിനാണ് നമുക്ക് പ്രകൃതി ലോകത്തിൽ നമ്മളെല്ലാം വന്നത്? ഇത് ഭഗവാന്റെ ആക്ച്വലി എന്താണ് ഗിഫ്റ്റാണ്. ഇവിടെ വന്ന് നമ്മൾ ഭഗവാനെ അറിയാനും ഭഗവത് ഗ്രന്ഥങ്ങൾ ഒക്കെ വായിച്ച് മനസ്സിലാക്കി ഭഗവാനെ അറിയാനും ഭഗവാനെ സേവിക്കാനും അതുവഴി നമുക്ക് ഭഗവാനിലേക്ക് തിരിച്ചു പോകാനും ഒരു അവസരമാണ് ഇതിൽ കൂടി ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പരമസത്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഇത് ടെമ്പററി ആണ്. അറിയാം, നമുക്ക് കരികാലത്തിൽ 100 വർഷത്തേക്കേ ഉള്ളതിൻ്റെ ഗ്യാരണ്ടി. 100 വർഷം മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് തരുന്ന ഒരു അല്പായുസാണ് ഈ മനുഷ്യജന്മം, ഈ ഭൗതിക ലോകത്തുള്ള ജന്മം. പക്ഷെ അത് വളരെ വളരെ എന്താണ് വിലയേറിയതുമാണ്. തത്രാഹി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയ ദർശനം. മനുഷ്യജന്മം കിട്ടുന്നത് ദുർലഭമാണ്. അതിനേക്കാൾ ദുർലഭമാണ് ഭഗവാന്റെ ഭക്തനെ അറിയുന്നതും ഭഗവാനെ അറിയുന്നതും ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്റ്റാറ്റസ്. ദിസ് ഈസ് ദ പെർമനന്റ് സ്റ്റാറ്റസ് ഓഫ് ഓൾ ലിവിങ് എൻറ്റിറ്റീസ്. മനുഷ്യജന്മം കിട്ടുന്ന ഏറ്റവും ദുർലഭമാണ്. അതിനേക്കാൾ ദുർലഭമാണ് വൈകുണ്ഠ പ്രിയദർശനം. അതിൻ്റെ സൃഷ്ടികർത്താവായിട്ടുള്ള ഭഗവാന്റെ ഭക്തനെയും ഭഗവാനെയും മനസ്സിലാക്കി ഭഗവാൻ സന്നിധിയിൽ അല്ലെങ്കിൽ ആത്മീയ ലോകത്തിൽ എത്തിച്ചേരുന്നത് അതിനേക്കാൾ ദുർലഭമാണ്. അതാണ് ഭഗവത്ഗീതയിൽ പൗർണ്ണനം ബഹുനാൻ ജന്മനാമം ജ്ഞാനവാൻ മാം പ്രവർത്തന്തി വസുദേവ സർവം ദുർലഭം. അപ്പൊ അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഈ മനുഷ്യജന്മം എന്താണ്, എത്രയോ അങ്ങനെ എത്ര മനുഷ്യജന്മങ്ങൾ എടുത്തെങ്കിൽ ജ്ഞാനവാൻ മാം പ്രവർത്തന്തി. നിങ്ങൾ ഈ മനുഷ്യജന്മത്തിൽ ഭഗവാനെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു മനുഷ്യൻ ജന്മം എടുക്കേണ്ടി വരും. അങ്ങനെ അവിടുന്ന് കൂടുതൽ ഭഗവാനെ പറ്റി പഠിച്ച് അവസാനം ഇത് ഭഗവാനെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പോൾ, അതാണ് ഭഗവത്ഗീതയിൽ 18-ാം അധ്യായത്തിൽ ഭക്താനാം അവിജാനാതി യാവാൻ തസ്സാത്മ്യ തത്വതഃ തത്തതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. അങ്ങനെ ആ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ, നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റത്തുള്ളൂ. ആ ഭക്തിയിൽ പരിപൂർണത നേടുമ്പോൾ മാത്രമേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അത് ഡിസ്കണക്ട് ആയി. കണ്ടിന്യൂ ചെയ്തോളൂ പ്രഭു, ദയവായി. ഹരേ കൃഷ്ണ.
പ്രഭു എന്തോ നെറ്റ് ഇഷ്യൂ ആയിട്ട് പ്രഭു കട്ടായി കയറും, എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഹരേ ഹരേ കൃഷ്ണ. സോറി ബ്രോ, ഇത് ഇടയ്ക്ക് ഡിസ്കണക്ട് ആയത്. അപ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകം, നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചത് കേട്ടെങ്കിലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഭഗവാൻ നമുക്ക് ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചത് നമുക്ക് ഒരു ഇന്റർവെല്ലാണ്. ഇറ്റ് ഈസ് ആൻ ഇന്റർവെൽ ടു നോ അബൌട്ട് ദ ലോഡ് ആൻഡ് ഗോയിങ് ബാക്ക് ടു ഗോഡ് ഹെഡ്. അതാണ് ആക്ച്വലി അതിൻ്റെ എസൻസ് എന്ന് പറയുന്നതാണ്. നമുക്കൊരു ടെമ്പററി പീരീഡ്, ഒരു ടെമ്പററി പ്ലേസും തന്നിരിക്കുകയാണ് ഭഗവാനെ മനസ്സിലാക്കാനും വീണ്ടും again give a chance to going back to God. അതായത് നമുക്ക് നമ്മൾ ആരാണെന്നും ഭഗവാൻ ആരാണെന്നും മനസ്സിലാക്കി, ഈ തത്വങ്ങൾ, ഈ ജ്ഞാനം മനസ്സിലാക്കി ഭഗവാനിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ആസ്പെക്റ്റാണ്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് തിരിച്ചു പോകാം? ഭഗവാനെ മനസ്സിലാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തന്നെ ഒരു ഭക്തന്റെ കൃപ വേണം. അതാണ് ഭഗവത്ഗീതയിൽ പോകാൻ പറഞ്ഞിരിക്കുന്നത്. തദ്വിധി പ്രണിപാതേന പരിപ്രസേന സേവയ. എന്നെ പരിപാലിച്ച്, ഭക്തിയോടുകൂടി പരിപാലിച്ച് എന്നെ നേരിട്ട് ദർശിച്ച ഒരു തത്വദർശിയിൽ നിന്ന് വേണം നിങ്ങളിത് ശ്രവിക്കാനും പഠിക്കാനും. അങ്ങനെ നിങ്ങൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഭക്തിയുത സേവനം ചെയ്തെങ്കിൽ മാത്രമേ, കാരണം അങ്ങനെ അദ്ദേഹം ചെയ്ത് എന്നെ ദർശിച്ച വ്യക്തിയാണ്, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളെയും എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിനൊക്കെയുള്ള ഒരു അവസരമാണ് നമുക്ക് മനുഷ്യ ജന്മത്തിൽ കൂടി ഭഗവാൻ തന്നിരിക്കുന്നത്. വെരി വെരി എന്താണ് ഗ്രേറ്റ് ആസ്പെക്ട് ആണ് ഭഗവാൻ ഇതിൽ കൂടി നമുക്ക് തരുന്നത്. അപ്പൊ ഈ മനുഷ്യജന്മം നമ്മൾ വെറുതെ വേസ്റ്റാക്കാൻ പാടില്ല. ഈ സത്യം മനസ്സിലാക്കി, ഈ ജ്ഞാനം മനസ്സിലാക്കി, ഇത് ചൈതന്യ മഹാപ്രഭു പണ്ഡിതന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന സത്യമാണ്. ആ പണ്ഡിതന്മാർക്ക് മനസ്സിലായില്ല, കാരണം അവർ ഭക്തരല്ല, അവരൊക്കെ മായാവാദികളായിരുന്നു. അതാണ് അവരുടെ കുഴപ്പം. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ അവതരിച്ച് ഭക്തന്റെ ഭഗവത് ഭക്ത രൂപേണ, ഒരു ഭക്തന്റെ രൂപത്തിൽ അവതരിച്ച് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരമാണ് അവർ കൺവിൻസ് ചെയ്യുന്നത്. പാണ്ഡിത്യം കൊണ്ടൊന്നും അല്ലത് ഭഗവാനെ മനസ്സിലാക്കുന്നത്. ഭക്താനാം അഭിജാനാദി, ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. യാവാൻ ചസ്നാപി തത്വതഃ, അതിൽ പരിപൂർണത നേടുമ്പോഴാണ് എന്താണ് വിശദേ തദനന്തരം നിങ്ങൾക്ക് എൻ്റെ ആ പരമമായിട്ടുള്ള ആ സാമ്രാജ്യം, അല്ലെ 3/4 ആയിട്ടുള്ള ത്രിപാദ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലായെങ്കിലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അന്നേരം നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ അതിനുള്ള വഴിയാണ് ഏത് മാംസയോ അഭിചാരേണ. പ്രഭുപാദ ഇതിനകത്ത് കൂട്ടിയിരിക്കുന്നത് എന്താണ്? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്താണ് മാംസയോ അഭിചാരേണ ഭക്തിയോഗേന സേവയ സഗുണ സമീതത്താൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. അതുകൊണ്ട് നിങ്ങൾ ഭക്തിയോടുകൂടി എന്നെ സേവിക്കുക. സഗുണ സമീതത്താൻ, അങ്ങനെ ഭക്തിയോടുകൂടി നിങ്ങൾ എങ്ങനെ സേവിക്കുമ്പോൾ, എൻ്റെ നാമം ചൊല്ലുമ്പോൾ, എന്നെപ്പറ്റി ശ്രവിക്കുമ്പോൾ, എൻ്റെ നാമം ചൊല്ലുമ്പോൾ, എന്നെ സ്മരിക്കുമ്പോൾ, എന്നെപ്പറ്റി ചിന്തിക്കുമ്പോൾ, എന്നെ പൂജ ചെയ്യുമ്പോൾ, എൻ്റെ മുന്നിൽ നമസ്കരിക്കുമ്പോൾ, എന്നോട് കൂടുതൽ അടുക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എന്നെ ശരണാഗതി പ്രാപിച്ച് എൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അതാണ് പ്രഹ്ലാദ മഹാരാജ് പറഞ്ഞത്. അപ്പൊ അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള 2 കാര്യങ്ങളാണ് ശ്രവണവും കീർത്തനവും എന്ന് പറയുന്നത്.
സ്രവന്തന്ത കഥ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്തെ അഭദ്രാണി സുവിനോദി തനുവൃതം. അപ്പൊ ഭഗവാന്റെ മഹിമകൾ, ഭഗവാന്റെ ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ ശ്രവിക്കുന്ന മാത്രയിലാണ് എന്താണ് ഹൃദയന്തസ്തെ അഭദ്രാണി, മനസ്സിലുള്ള അഭദ്രങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് മാഞ്ഞു പോകുന്നത്. അപ്പൊ അതാണ് ചൈതന്യ മഹാപ്രഭു അതാണ് ചെയ്തു കൊടുക്കുന്നത്. ഈ പണ്ഡിതന്മാരുടെ, ഈ മായവാദി തർക്കശാസ്ത്രന്മാരുടെ എല്ലാ മായ ചിന്താഗതികളും അകറ്റി കൊടുക്കുകയാണ് ചൈതന്യ മഹാപ്രഭു. അത് ബേസിക്കായിട്ട് പറയുകയാണ് ഭഗവാൻ എന്തിനാണ് ഈ സൃഷ്ടികളൊക്കെ നടത്തിയത്. നമ്മൾ ഇവിടെ വന്നിട്ട് ഇല്ലാത്ത ഒന്നിനെ പറ്റി ചിന്തിച്ച് നമ്മുടെ ഈ വിലപ്പേറിയ സമയം വേസ്റ്റ് ചെയ്യാനല്ല, മറിച്ച് ഏറ്റവും പരമമായിട്ടുള്ള സ്ഥാനത്തേക്ക് പോകാൻ വേണ്ടിയാണ്. അതേതാണ് ഭഗവത് സന്നിധിയിലേക്ക്. അതാണ് പ്രഭുപാദം എപ്പോഴും പറയുന്നത്, ഗോയിങ് ബാക്ക് ടു ഗോഡ് ഹെഡ്. എവിടുന്ന് നമ്മൾ വന്നു അവിടേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ വന്ന കൂട്ടത്തിൽ പല ജന്മങ്ങൾ എടുക്കുമല്ലോ, ആ കൂട്ടത്തിലൊക്കെ നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള പല മിസ്റ്റേക്കുകളും പറ്റും. ആ മിസ്റ്റേക്കുകളൊക്കെ തിരുത്തി അതിന് തരുന്ന ലാസ്റ്റ് ചാൻസ് ആണ് ഈ മനുഷ്യനായിട്ട് നമുക്കൊരു ജന്മം ഭഗവാൻ തരുന്നത്. അതാണ് മനുഷ്യ ജന്മം ദുർലഭം. അത് ദുർലഭം എന്ന് മാത്രമല്ല, ക്ഷണഭങ്കുരമാണ്. ഇറ്റ് ഈസ് വെരി വെരി റയർ. അപ്പം അതുകൊണ്ട് മാത്രമല്ല, തത്രായ ദുർലഭമന്യ, അതിനേക്കാൾ ദുർലഭമാണ് ഏത്? വൈകുണ്ഠ പ്രിയദർശൻ, സാക്ഷാൽ വൈകുണ്ഠപ്രിയൻ ഭഗവാന്റെ ഭക്തൻ. ഭഗവാന്റെ ഭക്തനെയും ഭഗവാനെയും ദർശിക്കാനുള്ള അവസരം അതിനേക്കാൾ ദുർലഭമാണ്. അതുകൊണ്ട് ഈ മനുഷ്യജന്മത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഭഗവാനെ നമ്മൾ സേവിക്കുക, നമ്മുടെ ഈ മായാ ചിന്തകളിൽ നിന്നൊക്കെ മുക്തരാകുക. ഏവം രൂപം ഏവം ഭഗവതി രൂപം സുഭദ്രം ദായതേ മനഃ. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ നിന്ന് ഈ മായ ചിന്തകളൊക്കെ മാറ്റിയിട്ട് സുഭദ്രം, ആ സുഭദ്രം മനസ്സിനെ ഭദ്രമാക്കുക. അതെങ്ങനെയാണ്? ഏവം ഭഗവതിയുടെ, ഈ ഭഗവാന്റെ രൂപം നിരന്തരം മനസ്സിൽ ധ്യാനിക്കുമ്പോൾ പരത്യ നിവർത്തിയ പൂർണ്ണം സമ്പന്നം നിവർത്തി. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേട്ടും ഭഗവാന്റെ ഭക്തന്മാരുമായിട്ട് സഹകരിച്ചും ഭഗവാന്റെ നാമം ചൊല്ലിയും ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്തും ഒക്കെ സമ്പന്നം നിവർത്തുക, മനസ്സ് സമ്പന്നമാകും. ആ മനസ്സ് പിന്നെ ഒരിക്കലും സമ്പന്നത കുറഞ്ഞ ഒരു തുടക്കം എന്ന് പറയുന്നതാണ് ഏത്? അദ്ദേഹത്തിന്റെ തന്നെ നാമം ചൊല്ലി അത് ശ്രവിക്കുന്ന മാത്രയിലാണ് നമ്മുടെ മനസ്സിലെ ഈ പറഞ്ഞിട്ടുള്ള ഏത് അഭദ്രങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറുന്നത്. ഈ മായാവാദം ഇതൊക്കെയെല്ലാം അഭദ്രങ്ങളാണ്. മായ എന്ന് പറഞ്ഞത് ഒന്നില്ലാത്ത എന്നാണ്. അങ്ങനെയെ പറ്റി ചിന്തിക്കുന്ന അതിനേക്കാൾ അഭദ്രമാണ്. അപ്പൊ അതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഭഗവാന്റെ ഭക്തിയോഗോ ഭഗവതി ത്വന്നാമ ഗ്രഹണാദി. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഏതാണ്? ഭഗവാന്റെ തന്നെ നാമം ചൊല്ലി അത് ശ്രവിക്കുന്ന മാത്രയിലാണ് നമ്മുടെ മനസ്സിലെ എല്ലാ അഭദ്രങ്ങളായിട്ടുള്ള കാര്യങ്ങളും മാറി സുഭദ്രമാകുന്ന മനസ്സ്. നിരന്തരം ഭഗവാനെ പറ്റി കേൾക്കുന്നത് വഴിയും ഭഗവാന്റെ നാമം ചൊല്ലുന്ന വഴിയും നമ്മുടെ മനസ്സ് എന്താണ്? കാരണം ഭഗവാന്റെ നാമം പൂർണ്ണശുദ്ധവും നിത്യമുക്തവും. ഭഗവാനെ പോലെ തന്നെ ഭഗവാന്റെ നാമവും പൂർണ്ണശുദ്ധവും നിത്യമുക്തവും. അത് പൂർണ്ണശുദ്ധമാണ്, നിത്യമുക്തമാണ്. അഭിന്ന നാമ നാമിന. കാരണം ഭഗവാനും ഭഗവാന്റെ നാമമായിട്ട് ഒരു വ്യത്യാസവും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഭഗവാന്റെ നാമം ചൊല്ലി എന്താണ് നമ്മുടെ മനഃശുദ്ധി നമ്മൾ പറയത്തില്ലേ, ഇന്ദ്രിയശുദ്ധി, മനഃശുദ്ധി, ഹൃദയശുദ്ധി ഒക്കെ വരുത്തി കഴിയുമ്പോഴാണ് എന്താണ് നമ്മുടെ മനസ്സിൽ ഭഗവാൻ ദൃഷ്ട ഏവാത്മനി ഈശ്വരി. അതാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാനെ പറ്റി കേട്ട് ഈ ജ്ഞാനം അതിലേറ്റവും
പരമമായിട്ടുള്ള ജ്ഞാനമാണ് ഭഗവത്ഗീതയിൽ 9-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞത്. എന്താണ്? രാജവിദ്യ രാജ്യഗൂഹ്യം. അതിൽ 2-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? രാജവിദ്യ രാജ്യഗൂഹ്യം പവിത്രം ഇത ഉത്തമം പ്രത്യക്ഷ അഗമം ധർമ്മം സുസുഖം കർത്തുമവ്യ. 2-ാമത്തെ ശ്ലോകത്തിൽ അതിന്റെ എസെൻസ് ആണ് ഏത്? രാജവിദ്യ രാജ്യഗൂഹ്യം പവിത്രം ഇതം ഉത്തമം. ഇതാണ് ഏറ്റവും പവിത്രവും ഉത്തമമായിട്ടുള്ള എന്താണ് ജ്ഞാനത്തിന്റെ രാജാവാണ്. അതെന്താണ്? പ്രത്യക്ഷ അഗമം ധർമ്മം. പ്രത്യക്ഷ ധർമ്മം അതെന്താണ്? ഡിവോഷണൽ സർവീസ്. അതാണ് ഡിവോഷണൽ സർവീസ്. സുസുഖം കർത്തും, ഏതൊരു വ്യക്തിക്കും സുഖമായിട്ട് ചെയ്യാവുന്ന ഭഗവാൻ നേരിട്ട് ചെയ്യുന്ന ധർമ്മമാണ് ഏത്? ഡിവോഷണൽ സർവീസ്. വാസുദേവേ പരംധർമ്മ. അതാണ് 1-ാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. സുഖദേവ ഗോസ്വാമി ആമുഖമായിട്ട് അവിടെ കൂടിയ നൈമിഷാരണ്യയിൽ കൂടിയ ആയിരക്കണക്കിന് ഋഷിവര്യന്മാർക്കും ഭക്തന്മാർക്കും പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഏത്? വാസുദേവേ പരം വേദ, വാസുദേവേ പരജ്ഞാന, വാസുദേവേ പരം ക്രിയ, വാസുദേവേ പരം തപ, വാസുദേവേ വാസുദേവേ പരം ധർമ്മ, വാസുദേവേ പരംയോഗ, വാസുദേവേ പരമാംഗതി. ഈ രീതിയിലാണ് പറഞ്ഞു കൊടുത്തത്. വേദങ്ങൾ എന്ന് പറഞ്ഞതും ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സന്യാസിമാരോട് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക. ഇതൊക്കെ അഭദ്രങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ മനസ്സിനെ വെറുതെ നിങ്ങളുടെ മനസ്സിനെ ചിന്തിച്ച് നിങ്ങളെ കൂടുതൽ മായയിലേക്ക് കാര്യങ്ങളിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് ഭക്തിയുത സേവനം ചെയ്യുക. അതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. രാജവിദ്യ രാജ്യഗൂഹ്യം പവിത്രമിതമുത്തം. ഇതാണ് ഏറ്റവും പവിത്രമായിട്ടുള്ള ജ്ഞാനം. അതെന്താണ്? ഭഗവാനെ ഭക്തിയോടുകൂടി സേവിക്കുക എന്നുള്ളത്. സുസുഖം കർത്തുമവ്യ. ഭഗവാനെ ഭക്തിയോടുകൂടി സേവിക്കുക. അതാണ് പ്രത്യക്ഷ അഗമം ധർമ്മം. ഇതാണ് പ്രത്യക്ഷമായ ഡയറക്റ്റ് സർവീസ് എന്ന് പറഞ്ഞ ഇതാണ്. ഇല്ല, ഒരാളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള വഴിയാണ്. മായാവാദം എന്ന് പറഞ്ഞ അല്ലെ നിരാകാരം എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഇംപേഴ്സണലിസം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഭഗവാനെ അവര് എന്താണ്? കാരണം അവർക്ക് ഭഗവാനെ സേവിക്കാൻ ഉള്ള എന്താണ് അറിവില്ല. അത് തന്നെ. ഭഗവാനാണെന്ന് അംഗീകരിക്കാൻ പോലുമില്ല. അവർ വ്യക്തിയാണെന്ന് പോലും ചിന്തിക്കാനുള്ള മാനസിക അവസ്ഥയില്ല. അതാണ് മായ. ഇല്ലാത്ത ഈ ഭൗതിക ലോകമാണ് എല്ലാം എന്ന് പറഞ്ഞ് അവർ നടക്കുന്നു. അതുകൊണ്ട് അവന് പറയുന്നത് ഭഗവാനും ഞാനും എല്ലാം ഒന്നാണ്, എല്ലാം നാരായണ. നീ നാരായണനാണ്, ഞാനും നാരായണ. അതായത് പരസ്പരം കാണുമ്പോൾ നാരായണ എന്ന് പറയുന്നതൊക്കെ അതാണ് ഇസ്കോൺ. ഇസ്കോണിൽ പ്രഭുപാദ ഇതെല്ലാം നമുക്ക് യഥാരൂപത്തിൽ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ മനുഷ്യ ജന്മം സഫലമാകുന്ന നേരം. അപ്പൊ അതുകൊണ്ടാണ് കുലശേഖര ആഴവാർ പറയുന്നത് എന്താണ്? ജപ ജപ കൃഷ്ണനാമം സദൈവ. നിങ്ങൾ എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുക. ജപ ജപ കൃഷ്ണനാമം, ഭഗവാൻ കൃഷ്ണന്റെ നാമം നിങ്ങൾ എപ്പോഴും ചൊല്ലുക. കാരണം എന്താണ്? ജന്മസാഫല്യ മന്ത്രം. ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ജന്മം സഫലീകരിക്കുന്ന മന്ത്രമാണ്. ഇറ്റ് വിൽ ഫുൾഫിൽ ഇഫ് യു ചാൻഡ് ഹരേ കൃഷ്ണ മന്ത്ര ത്രൂ ഡിവോഷണൽ സർവീസ്, ഇറ്റ് വിൽ ഫുൾഫിൽ ദ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ്. അതാണ് അദ്ദേഹം, അങ്ങനെയാണ് അതിനെ എൻ്റെ മുകുന്ദമാല സ്തോത്രത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വാല്യൂ ആണ്. അപ്പൊ ഭഗവാൻ തന്നിരിക്കുന്നത് എന്താണ്? ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാനെ സേവിക്കാനും അതുപോലെ ഭഗവാനിലേക്ക് ചെല്ലാനുമുള്ള ഒരു അവസരമായിട്ടാണിത്. ഭൗതിക ലോകം ഭഗവാനെ അത് ദുഃഖാലയമാണ്, അശ്വാശ്വതമാണ്. ഈ ഭൗതിക ഭഗവാൻ തന്നെ പറഞ്ഞിരുന്നത്, സൃഷ്ടിച്ചിട്ട് പറഞ്ഞ എന്താണ്? ദുഃഖാലയം, അശ്വാശ്വതം. ആപ്നവന്തി മഹാത്മാ സംസിദ്ധിയും പറയാം. അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കുക. ഒരു ഡിവോട്ടീസും ഒരു ഭക്തന്മാരും ഒരു മഹാത്മാവും ഈ ഭൗതിക ലോകത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. എല്ലാ ഋഷിവര്യന്മാരും ഒക്കെ എന്താണ് ചെയ്യുന്നവരൊക്കെ ഈ തപശ്ശേരികളൊക്കെ ചെയ്യുന്നത് എന്താണ്? ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനിലേക്ക് പോകാൻ വേണ്ടി. തപയേവ പരം ജ്യോതി ഭഗവന്തം അദോഷതി. എന്തിനാണ് ഇവരെല്ലാം എത്രയോ വർഷങ്ങളോളം വനങ്ങളിലും ഒക്കെ പോയി തപശ്ശേരി ചെയ്യുന്നത്, ഹിമാലയത്തിലൊക്കെ പോയി? എന്തിനാണ്?
കാരണം ആ തപശ്ചര്യയിൽ കൂടി മാത്രമേ തപ ഏവ പരം ജ്യോതി ഭഗവന്തം അദോഷ ആ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ആ ഭഗവത് സന്നിധിയിലേക്ക് എത്താൻ അദോക്ഷതനായിട്ടുള്ള ത്രിഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ള ഭഗവാനിലേക്ക് എത്താനുള്ള ഏക പോംവഴിയാണ് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. സർവ ഗുഹ ആഭാസം, നമ്മുടെ എല്ലാ ജീവനങ്ങളുടെ ഉള്ളിൽ തന്നെ അദ്ദേഹം ആശ്രിതനാണ്. പരമാത്മാരൂപത്തിൽ അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ തന്നെയുണ്ട്. അത് ആ പരമാത്മാവിനെ സഫലീകരിച്ച് അങ്ങനെയുള്ള മാർഗമാണ് തപശ്ചര്യ എന്ന് പറയുന്നത്. കലിയുഗത്തിലെ ഏറ്റവും വലിയ തപശ്ചര്യയാണ് ഹരിനാമ 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 ഇവ കേവലം ഹലോ നാസ്തൈവ 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 ഗതി എന്നത്. അതാണ് എല്ലാ ശാസ്ത്രങ്ങളിലും പറയുന്നത്. എന്താണ്? സർവവേദേഷു ദൃഷ്ടത്തിൽ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഇതി സോഷ്ടതകം നാമിനം കലിക്കൽമശനാശനം നാദ പരതര ഉപായ സർവവേദേഷു ദൃഷ്ടത്തിൽ. അപ്പൊ അതന്നെ എല്ലാ വേദങ്ങളിലും എല്ലാ ശാസ്ത്രങ്ങളിലും വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. അതിനുള്ള ഏക മാർഗമാണ് ഭഗവാന്റെ നാമം ചൊല്ലി ആ തപശ്ചര്യ അനുഷ്ഠിച്ച് ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനെ സേവിച്ച് ഭഗവാനിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരമാണ് ഭഗവത് സൃഷ്ടി. ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ഭഗവാന്റെ ഉദ്ദേശം ഇതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ മനുഷ്യജന്മം സഫലമാകുന്നത്. ഇതാണ് ഇതിന്റെ പിന്നിലെ ഉദ്ദേശം. ഭഗവാൻ ഇത് സൃഷ്ടിച്ചിട്ട് പറഞ്ഞത് ദുഃഖാലയമാണ്, അശാശ്വതമാണ്. അപ്പൊ അതാണ് ചൈതന്യ മഹാപ്രഭു ഭഗവാൻ അദ്ദേഹം സൃഷ്ടിച്ചതല്ലേ, അദ്ദേഹം ഇത് പറഞ്ഞു കൊടുക്കുവാണ് അവർക്ക്. അതുകൊണ്ട് ഈ മായവാദി സിദ്ധാന്തം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അഭദ്രങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചിന്താഗതിയാണ്. നിങ്ങൾ ഭദ്രമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. സുഭദ്രം ജായതേ മനഃ. നിങ്ങളുടെ മനസ്സ് ഭദ്രമാണെന്നുണ്ടെങ്കിൽ സമ്പന്നം ഇത് നിവർത്തരും. നിങ്ങളുടെ മനസ്സ് ഫിൽഡ് വിത്ത് എൻറിച്ച്മെന്റ്. നിങ്ങളുടെ മനസ്സ് എന്താണ്? സംതൃപ്തി കൊണ്ട് ആ എൻറിച്ച്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഏവം ഭഗവതി രൂപം. നിരന്തരം ഭഗവാന്റെ നാമം ചൊല്ലി നിരന്തരം ഭഗവാന്റെ സേവിച്ച് നിരന്തരം ഭഗവാനെ ധ്യാനിക്കാൻ എന്നേ പറ്റത്തുള്ളൂ. ഇത് തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിലും മഹാരാജ് പരിശുദ്ധനോട് സുഖദേവ ഗോസ്വാമി പറയുന്ന ഈ കാര്യം തന്നെയാണ്. ശ്രവണം, കീർത്തനം, ധ്യാനം. അദ്ദേഹം വളരെ ലളിതമായിട്ടാണ് പറഞ്ഞത്. ശ്രവണം, കീർത്തനം, ധ്യാനം, അരേ അത്ഭുത കർമ്മണി. അപ്പൊ അതുകൊണ്ട് ഈ മഹാരാജ് പരിശുദ്ധെ അങ്ങ് എന്ത് ചെയ്യണം? ഭഗവാനെ പറ്റി കേൾക്കുക, ശ്രവണ കീർത്തനം അദ്ദേഹത്തിന്റെ നാമം ചൊല്ലുക, ധ്യാനം അദ്ദേഹത്തെ നിരന്തരം ധ്യാനിക്കുക, അരേ അത്ഭുത കർമ്മണി ഭഗവാന്റെ അത്ഭുത ലീലകൾ ശ്രവിക്കുക, തദർത്ത് അഖില ചേഷ്ടിത. ഇതാണ് ഭൗതിക ലോകത്തിൽ വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ശ്രേഷ്ഠ ശക്തി ആയിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മമാണ്. ഏതാണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് പ്രഭാത അവസാനം പറഞ്ഞിരിക്കുന്നത് ഭക്തിയോടുകൂടി എന്നെ നിങ്ങൾ സേവിക്കുക. അതിൽ കൂടിയാണ് നമുക്ക് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളൊക്കെ അതിജീവിച്ച് ബ്രഹ്മഭൂയായ കൽപ്പത്. ബ്രഹ്മഭൂയായ കൽപ്പന എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയ അവസ്ഥയിലേക്ക്. ബ്രഹ്മഭൂത എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയ അവസ്ഥയാണ് പറയുന്നത്. അതീന്ദ്രിയ അവസ്ഥ എന്താണ്? ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോഷതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മത്ഭക്തി ലഭ്യതേ പരം. അതാണ് ബ്രഹ്മഭൂതാവസ്ഥ. ബ്രഹ്മഭൂത പ്രസന്നാത്മാ. ഭഗവാൻ എപ്പോഴും എങ്ങനെയാണ് നിൽക്കുന്നത്? പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ്. മയമാനം ആ വിധേയ. ഇല്ല, നമ്മളൊക്കെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടാണ് ഭഗവാൻ ആധ്യാത്മിക ലോകത്തിൽ നമ്മളെയൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പൊ അതിന് നമ്മളും ആ പരമാനന്ദ ആനന്ദ സ്റ്റേജിലേക്ക് നമ്മളും എത്തണം. നമ്മളും ആ ആനന്ദ സ്റ്റേജിലേക്ക് എത്തണം. അത് സാധ്യമാകുന്നത് ആ ബ്രഹ്മഭൂതാവസ്ഥയിൽ കൂടിയാണ്. അതാണ് ബ്രഹ്മഭൂത പ്രസന്നാത്മാ. ആ അതീന്ദ്രിയ അവസ്ഥയിൽ അല്ലെങ്കിൽ ബ്രഹ്മഭൂതാവസ്ഥയിൽ അത് സാധ്യമാകുന്നത് ഭഗവാന്റെ സേവനത്തിൽ കൂടിയാണ്.
ആദീന്റെ പരമാനന്ദം നമുക്ക് ആസ്വദിക്കാനും അതുവഴി ഭഗവാനിലേക്ക് പോകാനുള്ള അവസരമാണ് അത്. ന ശോഷതി ന കാംക്ഷതി, യാതൊരുവിധ ഭൗതിക അഭിലാഷങ്ങളും ഇല്ലാതെ, ചിന്തിക്കാതെ ഭഗവാനെ മാത്രം ചിന്തിച്ച് ആ പരമാനന്ദം ആസ്വദിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് പോകാനുള്ള വഴിയാണ് ഭക്തിയുഗ സേവനം. അപ്പൊ അതാണ് ഇതിനകത്ത് പ്രഭുപാദയുടെ അവസാനം പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഒരാചാര്യന്റെ പരമ്പരയിൽപ്പെട്ട ഒരാചാര്യന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഭക്തിയുഗ സേവനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. ഏവം ജ്ഞാത്വാകൃതം കർമ്മ പൂർവൈരവി മുമുക്ഷുതി, ഭഗവാൻ പല സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അർജുനോട് പറയുന്നത് എന്താണ്? ഏവം ജ്ഞാത്വാകൃതം. അപ്പൊ നീ ആധ്യാത്മിക പ്രവൃത്തികൾ പരധർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂർവൈരവി മുമുക്ഷുവി, മുക്തി നേടിയവരെയും പൂർവികരായിട്ടുള്ള പരമ്പരയിൽപ്പെട്ട ആൾക്കാരുടെയും പാത നീ പിന്തുടരണം. ഗുരു കർമ്മൈവ തസ്മാർത്ഥം പൂർവേ പൂർവതരം കൃതം. ഇതൊക്കെ വളരെ വ്യക്തമായിട്ടാണ് ഭഗവത്ഗീതയിൽ പോകാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ വായിച്ചിട്ട് നമ്മളിത് വായിക്കുമ്പോഴാണ് ശരിക്കും ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ മനുഷ്യജന്മം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഭഗവത് പ്രാപ്തി പരിപൂർണ നമുക്ക് പരിപൂർണ്ണ എന്നൊക്കെ നമ്മൾ പെർഫെക്ഷൻ നമുക്ക് ജീവിതത്തിന്റെ പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യാൻ പറയുന്നതൊക്കെ ഇതാണ്. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ഭഗവാന്റെ നാമം ചൊല്ലി ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കാനും ഈ ഭൗതിക ലോകത്തിന് ടെമ്പററി ആയിട്ടുള്ള ഭൗതിക ലോകത്തിൽ നിന്ന് വിരക്തി നേടി ഭഗവത് ശാശ്വതമായിട്ടുള്ള സത്ത് ചിത്ത് ആനന്ദം, ശാശ്വതമായിട്ടുള്ള അസ്തിത്വം, ശാശ്വതമായിട്ടുള്ള ജ്ഞാനം, ശാശ്വതമായിട്ടുള്ള ആനന്ദം ആ ഉള്ള സ്ഥലത്തേക്ക്, അതായത് പരമദിവ്യം ആ പരമാനന്ദ നമ്മുടെ ആത്മീയ ലോകത്തിലേക്ക് പോകാനും ഭഗവാനെ സേവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞാനിത് ഉപസംഹരിക്കാൻ ആർക്കും സംശയം വേണ്ടി ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സംശയമുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ. ആർക്കും സംശയമില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഒരു ഡൗട്ട്, കാരണോദയ നാഭിയിലല്ലേ താമരയിലല്ലേ? അതെ അതെ അതെ, അത് ഗർഭോദായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന താമരയിലാണ് ബ്രഹ്മദേവൻ. ഗർഭോദയ വിഷ്ണു ആണോ അതോ കാരണോദയ വിഷ്ണു ആണോ? കാരണോദയ വിഷ്ണു പ്രപഞ്ചം സൃഷ്ടിക്കാണ്, ക്രിയേഷൻ ഓഫ് യൂണിവേഴ്സ്. ആദ്യം യൂണിവേഴ്സ് സൃഷ്ടിച്ചിട്ട് അതിനാണ് അത് കാരണോദയ വിഷ്ണു. നമ്മൾ മഹാവിഷ്ണു എന്ന് പറഞ്ഞ അതാണ്. അതിനുശേഷം സെക്കൻഡ് മാനിഫെസ്റ്റേഷനാണ് ഗർഭോദയ വിഷ്ണു. ഗർഭം നമ്മൾ ജീവജാലങ്ങൾ എവിടുന്ന വരുന്നത്? ഗർഭത്തിൽ നിന്ന്, യോനിയിൽ കൂടിയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാന്റെ നാഭിയിൽ നിന്ന് താമരയിലാണ് ബ്രഹ്മദേവൻ വരുന്നത്. അതാണ് ഗർഭോദയ വിഷ്ണു. അതിനുശേഷം നമ്മള് ക്ഷീരോദായ വിഷ്ണു, അതാണ് നമ്മുടെ പരമാത്മാരൂപം. നമ്മുടെയൊക്കെ ഉള്ളിൽ പരമാത്മാരൂപത്തിൽ ഭഗവാൻ വരുന്നത്. അതാണ് 3 മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ വിഷ്ണു രൂപങ്ങൾ. അതാണ്. മനസ്സിലായോ? ആദ്യം പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. പ്ലേസ് വേണ്ടായി, നമുക്ക് സൃഷ്ടി നടത്തേണ്ട ഒരു സ്ഥലം വേണ്ടായി. അപ്പൊ സ്ഥലം സൃഷ്ടിച്ചു, അതിനുശേഷം സൃഷ്ടി നടത്തിയ ശേഷം ഭഗവാൻ അതേ രൂപത്തിൽ സർവസ്യ ചാഹ ഹൃദയ സന്നിവിഷ്ടവും, എല്ലാ ഹൃദയങ്ങളിലും ഞാൻ സന്നിഷ്ടനാണ്. സോ അതാണ് പരമാത്മാവ്. യോഗികൾ അതുകൊണ്ടാണ് അമ്പലത്തിലൊന്നും പോകത്തില്ല. അവരുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെയാണ് അവർ ധ്യാനിക്കുന്നത്. ഇതാണ് അതിന്റെ സത്യം. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വളരെ ലോജിക്കാണ്. നമ്മളത് ശ്രദ്ധിച്ച് ഇതൊക്കെ മനസ്സിലായാലേ നമുക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞുവിട്ട് നമ്മൾ പറയാം. ഹലോ. ഓരോ ക്ഷീരോദയ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണോദയ വിഷ്ണു പ്രപഞ്ച സൃഷ്ടി, ഗർഭോദയ വിഷ്ണു നമ്മുടെ സാധാരണ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ സൃഷ്ടിയാണ് ബ്രഹ്മദേവൻ. ബ്രഹ്മനെ അതാണ് സർഗം എന്ന് ഞാൻ പറഞ്ഞു. സർഗം അതാണ് ഫസ്റ്റ് ക്രിയേഷൻ. സർഗം അത് ഭഗവാന്റെ സൃഷ്ടിയാണ്. അതിനുശേഷം രണ്ടാമത്തെ വിസർഗം, സെക്കൻഡ് ക്രിയേഷൻ, അത് ബ്രഹ്മദേവനിൽ കൂടിയാണ്. ബ്രഹ്മദേവനാണ്
ഈ കുമാരന്മാരെ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് അവരോട് സൃഷ്ടി നടത്താൻ പറഞ്ഞു. അത് കുമാരന്മാര് പറഞ്ഞ് ഞങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം പിന്നെ അടുത്താണ് മഹാദേവനെ സൃഷ്ടിക്കുന്ന ബ്രഹ്മദേവൻ. അപ്പൊ മഹാദേവൻ കരഞ്ഞുകൊണ്ട് ജനിച്ചുകൊണ്ടാണ് രുദ്രൻ എന്നുള്ള പേര് വന്നത്. മഹാദേവൻ പറഞ്ഞ് എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അങ്ങനെയാണ് മഹാദേവന്റെ ഈ സ്ഥലങ്ങൾ 11 സ്ഥലങ്ങളൊക്കെ കൊടുത്തില്ല, 11 രുദ്രന്മാർ. അതിനുശേഷമാണ് മനുക്കളെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ മനുക്കളാണ് ശരിക്കും ആ സൃഷ്ടി ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മനുഷ്യൻ എന്നുള്ള പേര് കിട്ടിയ മനുവിന്റെ പുത്രന്മാരായതുകൊണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ചെയ്യാം. ഹരേ കൃഷ്ണ. ഗുരുദേവ് की प्रभुपाद की श्रीमद चैतन्य चरितामृत की अनंत कोटि वैष्णव. हरे कृष्ण. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു. Yeah, close. Hare. താങ്ക് യു. ഹരേ കൃഷ്ണ. Hare.